ദൈവമായ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലപ്പെട്ട സാവകാശത്തിന് ഞാൻ കർത്താവിന് മാനവും മഹത്വവും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷകൾക്ക് ആത്മീയ നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ രാജു പി നായരെയോടുള്ള പ്രത്യേക സ്നേഹവും വന്ദനവും ഈ സൂമിലുള്ള എല്ലാവരോടും ശേഷിച്ച് ഈ മെസ്സേജ് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന കർത്താവിന്റെ ദാസനോടുമുള്ള നന്ദി അറിയിക്കുന്നു. आज सुबह के समय में परमेश्वर की उपस्थिति में आए हुए सभी लोगों को यीशु मसीह के नाम से जय मसीह की। विशेष करके इस जूम मीटिंग की अगुवाई करने वाला परमेश्वर के दास प्रभु के दास पास्टर राजू पी नायर और उपस्थित हर एक प्रिय लोगों को जल्द आने वाला यीशु मसीह के नाम से जय मसीह की देता हूँ। കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सभी को बहुत आयत से आशीष देने पाए. എന്ത് ദൂത നിങ്ങൾക്ക് നൽകണ്ടെന്ന് ഇങ്ങനെ ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്തപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു തിരുവചന വേദഭാഗം നിങ്ങളുമായി പങ്കുവെപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളാണ്. 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ആണ്. प्रभु की उपस्थिति में जब मैं प्रार्थना कर रहा था कि आपके बीच में क्या संदेश देना है, तो परमेश्वर की आत्मा ने मेरे मन में डाला हुआ एक वचन है जो आपके उपस्थिति में मैं पढ़ना चाहता हूँ। यूहन्ना का सुसमाचार उसका 20 अध्याय उसके 19 से लेकर 23 वचन. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഓതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അടുത്ത വചനം കൂടെ, ആരുടെ പാവങ്ങളെ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാവങ്ങളെ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്നും പറഞ്ഞു. സ്തോത്രം. ഹിന്ദിയിലൊന്ന് വായിച്ചു. परमेश्वर का वचन इस प्रकार है कि उसी दिन जो सप्ताह का पहला दिन था, संध्या का समय, जब वहां के द्वार जहां चेले थे यहूदियों के डर के मारे बंद थे, तब यीशु आया और उनके बीच में खड़ा होकर उनसे कहा, तुम्हें शांति मिले। और यह कहकर उसने अपना हाथ और अपना पंजर उनको दिखाया। तब चेले प्रभु को देखकर आनंदित हुए। यीशु ने फिर उनसे कहा, तुम्हें शांति मिले। जैसे पिता ने मुझे भेजा है वैसे ही मैं भी तुम्हें भेजता हूँ। यह कहकर उसने उन पर फूंका और उनसे कहा, पवित्र आत्मा लो। जिनके पाप तुम क्षमा करो वे उनके लिए क्षमा किए गए हैं, जिनके तुम रखो वे रखे गए हैं. ഈ ഭാഗത്തുനിന്ന് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ 5 വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ 5 അനുഗ്രഹങ്ങൾ എന്നുള്ള വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. और इस भाग में से मैं आपके बीच में ये बातों को बताना चाहता हूँ कि यीशु मसीह जो जी उठा था, अपने चेलों के लिए 5 वायदाओं को जो उनके जीवन में यीशु मसीह ने दान दिया, इन विषयों के विषय में मैं आपके बीच में संदेश देना चाहता हूँ. ഹല്ലേലൂയ. ആ 5 വാഗ്ദത്തങ്ങളിലേക്ക് നാം ഒരുമിച്ചൊന്ന് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അന്ന് സന്ധ്യയ്ക്ക് നടന്ന ഒരു സംഭവമാണ് ഈ വായിച്ച് കേട്ടത്. और हमारा परमेश्वर जो है, आमीन, जी उठने के बाद कुछ दिन तक यीशु मसीह अपने बीच में, लोगों के बीच में चला फिरा। और उसके बाद उन दिनों के बीच में यीशु मसीह ने जो किया हुआ एक कार्य है वो यहाँ पर आज हमने पढ़कर सुना है. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം, അതൊരു അപ്രധാന ദിവസമായിരുന്നു.
പക്ഷെ യേശുവിന്റെ ഉയർപ്പോടുകൂടി അതൊരു സുപ്രധാന ദിവസമായി മാറി. और यहाँ पर इस प्रकार लिखा गया है कि जो सप्ताह का पहला दिन या उसी दिन वे इतनी प्राथमिकता दिए जाने वाला एक दिन नहीं था, लेकिन यीशु मसीह के जी उठने के बाद वो दिन में बड़ी अहमियत या बड़ा महत्व दिया गया है। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മരണം പോലെ അതുല്യമായ ഒരു നല്ല മരണം സ്തോത്രം ലോകത്തിൽ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. हमारा यीशु मसीह के मृत्यु जैसा ऐसा एक बहुमूल्य या महत्वपूर्ण एक घटना इस मृत्यु के साथ और कहीं पर भी हुआ नहीं होगा। മരണത്തിലും നമ്മുടെ കർത്താവ് വ്യത്യസ്തനായിരുന്നു. यीशु मसीह मृत्यु में भी एक विशेष अनुभव को रखने वाला व्यक्ति था। യേശു മരിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായെന്ന് നമ്മൾ വായിക്കുന്നു. यीशु मसीह की मृत्यु के समय उस दिनों में उन क्षेत्र में भूकंप हुआ, ऐसे हम पढ़ते हैं। ഭൂകമ്പത്തിൽ പലരും മരിക്കുന്നു, പക്ഷെ ഒരാൾ മരിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായെങ്കിൽ അത് സാധാരണ ഒരു വ്യക്തിയല്ല, നമ്മുടെ കർത്താവിന്റെ മരണത്തിലാണ്. और कई बार भूकंप होने से कई लोग मृत्यु हो जाते हैं, लेकिन यहाँ पर हम देखते हैं कि हमारा प्रभु यीशु मसीह की मृत्यु के समय भूकंप होता है, तो इस बात से समझ आते हैं कि हमारा यीशु मसीह एक साधारण व्यक्ति नहीं है। ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ ഇരുട്ടത്ത് സ്തോത്രം പലരും മരിക്കുന്നുണ്ട്. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ് ഉലക ചരിത്രത്തിൽ പകൽ ഇരുണ്ടുപോയത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മരണത്തിലാണ്. അതുകൊണ്ട് അത് അതുല്യമായ മരണമായിരുന്നു. और एक और बार ऐसी यदि कहा जाए तो कई लोग कई बार अंधेरे में आमीन मृत्यु हो जाते हैं, लेकिन यहाँ पर दिन दहाड़े आमीन यीशु मसीह के मृत्यु के समय में अंधेरा छा गया। ऐसा यदि कहा जाए तो ऐसा मृत्यु पाने वाला और कोई भी इस संसार में नहीं रहा। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ സംഭവം നമുക്കറിയാം. हम ये बात को जानते हैं कि हमारा यीशु मसीह के जी उठने का जो आमीन जो घटना है वो सब हम अच्छे रीति से जानते हैं। അന്ന് രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറവാതിക്കൽ ചെന്ന സഹോദരിമാരെ നമുക്ക് പരിചയമുണ്ട്. और सुबेरे के समय में जब अंधेरा ही छाया हुआ था तो उस कब्र के पास गए हुए बहनों के विषय में हम जानते हैं। അവര് മടങ്ങി വന്ന ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യവും നമുക്കറിയാം. और वे लौट कर आकर चेलों से क्या क्या बोले थे ये भी बात को हम जानते हैं। പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഓടിച്ചെന്നതും നാം വായിക്കുന്നുണ്ട്. हम ये बात को भी पढ़ते हैं कि पतरस और यूहन्ना जो है वो कब्र की ओर दौड़ कर जाते हैं। അവരവിടെ ചെന്ന് അകത്തേക്ക് നോക്കി ചുരുട്ടി വെച്ചിരിക്കുന്ന ശീലകൾ കണ്ടിട്ട് മടങ്ങിപ്പോന്നു. और वे अंदर की ओर जाते हैं और लपेटा हुआ उन कपड़ों को देखकर वो लौट कर आते हैं। എന്നാൽ ആ പ്രഭാതത്തിൽ ആ മറിയ മാത്രം അവിടെ നിൽക്കുക. ഞാൻ ചോദിച്ചു, അവരെല്ലാം മടങ്ങിപ്പോയില്ലേ, എന്തുകൊണ്ടാ ഇയാള് മടങ്ങിപ്പോകാതെ ഇവിടെ നിൽക്കുന്നത്? അവള് പറയുക, ഞാൻ ശീല കണ്ട് മടങ്ങാനല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് മടങ്ങാൻ ആഗ്രഹിക്കുന്നത്. और यहाँ पर मैं इस प्रकार सवाल करता हूँ कि बाकी लोग जो भी हैं यीशु मसीह के कपड़ों को देखकर वे लौट कर जा रहे हैं, लेकिन यहाँ पर मरियम लौट कर नहीं जाती हैं। इसका कारण क्या है पूछे जाए तो मरियम इस प्रकार से कहती है कि मैं कपड़ों को देखकर जाने के लिए नहीं आया हूँ, जी उठा हुआ परमेश्वर को देखकर लौट कर जाने के लिए आई हूँ। ഹല്ലേലൂയ. അവള് നോക്കുമ്പോൾ യേശു കർത്താവിനെ വെച്ച തലയ്ക്കലും കാൽക്കലും രണ്ട് ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. ദൂതനെ കണ്ടിട്ടും അവൾ മടങ്ങിപ്പോയില്ല. അവള് പിന്നെയും വെയിറ്റ് ചെയ്യുക. ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണണം. ശീല കണ്ടു മടങ്ങാനോ ദൂതനെ കണ്ടു മടങ്ങാനോ അവൾ തയ്യാറാകാതെ അവൾ ആഗ്രഹിച്ച ഒറ്റ കാര്യം, എനിക്ക് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണണം. ഈ പ്രഭാതത്തിലും നമ്മുടെ ആഗ്രഹം അതാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രഭാതമായി പ്രഭാതം മാറട്ടെ.
और यहाँ पर एक और बात को हम देखते हैं कि मरियम जो है उस कब्र के अंदर यीशु मसीह के सिरहाने पे आमीन एक स्वर्गदूत को बैठे हुए वो देखते हैं। तो यहाँ मरियम जो है ना तो यीशु मसीह के कपड़े को देखकर ना उस स्वर्गदूत को देखकर लौट कर आने के लिए नहीं आई थी, वो सच्चा परमेश्वर को देखने के लिए वो आई है और वो देखे बिना वो लौट कर नहीं जाएगी, ऐसी एक अवस्था में वो खड़ी है। तो आज मैं और आप जो सुबह के समय प्रभु की उपस्थिति में आए हैं, वो सच्चा परमेश्वर को देखकर जाने के लिए हमारे जीवन में एक चाहत उठने दे। ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചേ, ആമേ, കർത്താവിനെ തൊടാൻ മറിയ ചെല്ലുമ്പോൾ മറിയോട് കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്, എന്നെ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. ആമെ, ഉയർത്തെഴുന്നേറ്റ ശരീരം കൊണ്ട് ആമെ നൊടി നേരം കൊണ്ട് പിതാവിന്റെ അടുക്കൽ പോയി വരാം. പക്ഷേ ആമെ, പിതാവിന്റെ അടുക്കൽ പോയി വരാതെ അവിടെ കർത്താവ് നിൽക്കുക. തൊടാൻ ചെന്നവൻ പറഞ്ഞ് എന്നെ തൊടരുത്. ഞാൻ കർത്താവിനോട് ചോദിച്ച്, കർത്താവേ, നിനക്ക് സ്വർഗമാണോ വലുത് അതോ കരയുന്ന മറിയാണോ വലുത്? ആമെ, കർത്താവ് പറയും, ആമെ സ്തോത്രം, സ്വർഗത്തെക്കാൾ ഉപരി ഞാൻ മാനവകുലത്തെ സ്നേഹിച്ചു. എന്നെ കാത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി കരയുന്ന, എന്റെ സാന്നിധ്യം കൊതിക്കുന്നവരാണ് എനിക്ക് വലുത്. ഇന്ന് പ്രഭാതത്തിലും സ്വർഗത്തെക്കാൾ ഉപരി നമ്മെ സ്നേഹിക്കുന്ന ഒരു ആത്മനാഥന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പ്രഭാതമാകട്ടെ. और आमीन, यहाँ पर आप और ध्यान से सुनना जरूरी है कि यहाँ मरियम यीशु मसीह को देखते हुए यीशु मसीह को जब छूने के लिए जाता है तो यीशु मसीह मरियम को मना करता है कि मुझे छुए ना, क्योंकि मैं अब तक अपने के पास जाकर लौट कर आने के लिए केवल क्षण भर की समय काफी था। लेकिन यहाँ यदि हम यीशु मसीह से पूछे कि आप ऐसे क्यों नहीं करते हैं, तो यहाँ प्रभु का वचन में हमें बताने पर यीशु बताता है कि देखिए, सारे स्वर्ग की खुशियों को छोड़कर यदि मैं मानव जाति को प्रेम करने के लिए मैं लौट कर इस संसार में आए तो आमीन, मेरे लिए आंसू बहाने वाले मरियम को देखे बिना या उसकी उपस्थिति को दिए बिना मैं यहाँ से जाने के लिए मैं तैयार नहीं हूं। तो हमारे जीवन में भी यही हमारी इच्छा होना है। ഇനി നമുക്ക് ആ വായിച്ച വചനത്തിലേക്ക് നമ്മൾ വരാൻ പോവാ. അന്ന് സന്ധ്യയ്ക്ക്, ഈ സംഭവമൊക്കെ നടന്ന അന്ന് സന്ധ്യയ്ക്ക് യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ ഒളിച്ചിരിക്കുക. और हम पढ़े हुए वचन की ओर हम लौट कर आएंगे। वहां इस प्रकार लिखा है कि उस संध्या के समय यहाँ बाहर सेना सैनिकों को डर कर प्रभु के चेले जो हैं डर कर अंदर छुप कर बैठे हुए हैं। ആമേൻ. ഈ ഭയം നമ്മെ ഒളിപ്പിക്കും. भय हमेशा हमें दूसरों से छिपा देता है। നമ്മൾ ആദിമ മനുഷ്യനാകുന്ന ആദാമിന്റെ കാര്യം തൊട്ടെടുത്താൽ ഭയമാണ് മനുഷ്യനെ ഒളിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയാം ദൈവം തോട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് യഹോവയാം ദൈവത്തിന്റെ കാലൊച്ച കേട്ട് മനുഷ്യൻ ഒളിച്ചിരുന്നു. ആമേ, ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, ആദാമേ നീ എവിടാ? ഉടനെ ആദാം പറഞ്ഞൊരു പദമാ, ആമേ, തോട്ടത്തിൽ നിന്റെ കാലൊച്ച കേട്ടിട്ട് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. ഭയം നമ്മെ ഒളിപ്പിക്കും. और यहाँ एक आयत हम पढ़े हैं कि वे डर के मारे छुप कर बैठे हुए थे। तो एक बात हमें हमेशा समझना जरूरी है कि भय हमेशा हमें छिपाने की परिस्थिति में ले जाता है। आदि मनुष्य जो है आदम और हव्वा के जीवन में देखेंगे तो अदन की वाटिका में जब उन्होंने पाप किए या परमेश्वर की उपस्थिति आज्ञा का उल्लंघन किया तो वे जाकर छिप कर बैठने लगे। यीशु मसीह जब उस वाटिका में उतर आकर उनको पुकार रहे थे तो अब्राहम इस प्रकार आमीन परमेश्वर से आमीन उत्तर देता है कि तू जब हमें पुकार रहे हैं हम भय के कारण आमीन तुमसे छुपे हुए हैं। तो हमेशा याद रखना, भय हमको छिपाने में आमीन हमारे जीवन को आमीन ले जाते हैं। ഹല്ലേലൂയ. ഒരു ഉദാഹരണം കൂടെ പറയാം. മോശ കൊട്ടാരത്തിൽ ജനിച്ചവനാണെങ്കിലും മോശ ആമെ അടുത്ത രാജപദത്തിലേക്ക് ഉയരേണ്ടവനാണെങ്കിലും ആമെ കേവലം ഒരു ഭയം, ആമേൻ, ഒരു മനുഷ്യന്റെ ഒരു പദം കേട്ട് ഭയപ്പെട്ട് രാജ്യം വിട്ട് ഓടിപ്പോകാനിടയായി തീർന്നു. ആമെ, ഭയം നമ്മെ നിൽക്കുന്ന സ്ഥാനത്തുനിന്ന് ഓടിച്ചു കളയുമെന്നുള്ള കാര്യം മറക്കരുത്.
एक और बात मैं आपको बताना चाहूंगा उदाहरण के रूप में कि मूसा के जीवन को देखिए कि मूसा आमीन हाँ उस राज्य का अगला राजा होने के लिए नियुक्त व्यक्ति था, परंतु एक व्यक्ति का एक बात को सुनकर मूसा को उस देश को छोड़कर, मिस्र को छोड़कर भागने की अवस्था में या अपने आप को छिपाने की अवस्था में आ गए। तो आप और हमें ये बात को समझना जरूरी है कि भय हम जहां हैं, जिस स्थान में हैं, वहां से हमें छिपाने के लिए या वहां से हमें दूर ले जाने के लिए आमीन भय हमारे जीवन में काम करता है। ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്ന ഫിലിസ്തീനെ കണ്ടിട്ട് ആമേൻ എല്ലാവരും ഭയപ്പെട്ട് ഓടി പുറകോട്ട് പോയി. അപ്പൊ ഭയം പുറകോട്ട് കൊണ്ടുപോകും, ഭയം നമ്മെ ഓടിച്ചു കളയും, ഭയം നമ്മെ ഒളിപ്പിക്കും. और इजरायली लोग जो है, इजरायली सेना फिलिस्तियों में से गोलियात को देखकर या उनकी ललकार को देखकर आमीन भय के मारे छिपने लगे। तो एक बात समझना है कि भय हमेशा में पीछे की ओर खींचता है, भय हमेशा हमें दूसरों से छिपा रखता है। ഇവിടെ ശിഷ്യന്മാര് യഹൂദന്മാരെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന സംഭവമാണല്ലോ നാം വായിച്ചത്. यहाँ पर चेलों को देखिए कि यहूदियों को देखकर डर कर छिपे हुए अवस्थाओं में बैठे हुए हम देखते हैं। ആ സമയത്താണ് കതകടച്ചിരിക്കുമ്പോൾ ഇവരുടെ നടുവിൽ യേശു പ്രത്യക്ഷനാകുക. और उसी वक्त में जब वो द्वार बंद कर छिपे बैठे थे तो यीशु मसीह उनके बीचों बीच खड़े होते हैं। കർത്താവ് അവിടെ പ്രത്യക്ഷമാകുമ്പോൾ 5 കാര്യങ്ങൾ സംഭവിക്കുക. और जहां पर यीशु मसीह उनके बीच में उपस्थित होता है वहां पर 5 विशेष बातों को होते हुए हम देख सकते हैं। കർത്താവിന് നിന്നെ ഉപയോഗിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടുമുറിക്കകത്തും നീ പതുങ്ങിക്കിടന്നാലും, ആരെ ഭയപ്പെട്ട് നീ ഒളിച്ചിരുന്നാലും, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വന്ന് നിന്നോട് ആലോചന പറഞ്ഞ് ബലപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് രാവിലെ മറന്നു പോകരുത്. और आपको परमेश्वर से आमीन परमेश्वर को आपके जीवन में कोई काम है या आपको प्रभु उपयोग करना चाहता है, तो आप चाहे कितने भी अंधकार भरे परिस्थिति में छिपकर बैठने की कोशिश करें, वहां पर उतर आकर आपको आमीन वाणी देकर आपको उसमें से बाहर निकालने वाला एक परमेश्वर है। ये बात को आप भूलना नहीं है। കർത്താവ് വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഒന്നാമത്തെ വാഗ്ദത്തം സമാധാനം. और यीशु मसीह उनके बीच में उतर आकर खड़े होकर सबसे पहली बात ये कही कि तुम्हें शांति मिले। तो पहला वायदा यीशु मसीह अपने चेलों को ये बताता है कि तुम्हें शांति मिलने पाए। ഹല്ലേലൂയ. ഇന്ന് രാവിലെയും കർത്താവ് നമ്മോട് പറയുന്ന അതിശക്തമായ ഒരു ആലോചനയാ, നീ എന്തിനു വ്യാകുലപ്പെടുന്നു, നീ സമാധാനമായിരിക്കുക, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന അരുളി ചെയ്ത ആത്മനാഥന്റെ അതേ സമാധാനം ഈ രാവിലെയും നമ്മുടെ മനസ്സിലും ശരീരത്തിലും കുടുംബത്തിലും ഒരുപോലെ ഫീൽ ചെയ്യട്ടെ. आज सुबह के समय में भी परमेश्वर की आत्मा हम और आपसे विशेष रीति से यही वाणी देता है कि तू क्यों अपने जीवन में व्याकुल होते हैं, अपने जीवन के परिस्थितियों को देखकर क्यों अशांत होते हैं। प्रभु का वचन हमसे और आपसे ये वायदा दे रहा है कि तुम कोई जो भी परिस्थिति में हो, तुम्हारे जीवन में शांति देने वाला परमेश्वर हमारे जीवन में कार्य कर रहा है। നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? हमारे जीवन की परिस्थिति किस प्रकार की थी? റോമാലേഖനം 3-9 നമുക്ക് ദൈവത്തോട് സമാധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. रोमियो की पत्री आमीन जो हम पढ़ते हैं वहां पर वचन इस प्रकार बताते हैं कि हमें परमेश्वर के साथ कोई शांति की अवस्था में हम नहीं रहते थे। അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ആകയാല് നമുക്കെന്ത് വിശേഷതയുള്ളൂ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴായിരുന്നു എന്ന് നാം മുമ്പ് തെളിയിച്ചല്ലോ എന്ന് റോമാലേഖനകാരൻ പറഞ്ഞു വന്നിട്ട് പറയാ, ആർക്കും വിശേഷതയില്ല, ആർക്കും ദൈവത്തോട് സമാധാനമില്ലാതെ ഒരു വല്ലാത്ത അനുഭവത്തിൽ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, 5-ന്റെ 1-ാമത്തെ വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
और रोमियो की पत्री 3 अध्याय उसके 9 आयत में इस प्रकार वचन कहता है कि हमें अपने जीवन में कुछ भी अच्छाई नहीं थी, ना तो यहूदियों को ना यूनानियों को। आमीन। कोई भी जीवन में जब हमारे जीवन में कोई भी प्रकार का भलाई नहीं दिखाई दे रहा था, या ना परमेश्वर के साथ हम कोई प्रकार के शांति में पाए जाते थे, 5 के 1 अध्याय आयत में इस प्रकार कहता है, विश्वास से धर्मी ठहरा कर प्रभु यीशु के द्वारा परमेश्वर के साथ हमें मेल रखे गए हैं। നമ്മുടെ അവസ്ഥ എന്തായിരുന്നെന്ന് കുറച്ച് വാക്യങ്ങൾ കൊണ്ട് ഞാൻ തെളിയിക്കാം, വായിപ്പിക്കുന്നില്ല, ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. ആമേ സ്തോത്ര. എഫേസ്യ ലേഖനം 2 ആമേ 2 വാക്യം. ആമേ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ ആമേ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആ സ്തോത്രം, ആ ശക്തിക്കും കീഴ്പ്പെട്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. और इफिसियों की पत्री समय के अभाव में मैं पढ़वाना नहीं चाहूंगा, लेकिन इफिसियों की पत्री 2 अध्याय उसके 2 वचनों में इस प्रकार कहते हैं कि पहले तो हम आमीन उस अंधकार में फंसे हुए थे, संसार की रीति में हम चल रहे थे, और आज्ञा ना मानने वालों का कार्य हम अपने जीवन में कर रहे थे। അടുത്ത വാക്യം പറയുന്നത്, 3 വാക്യം, നാം ജഡമോഹങ്ങളിൽ നടന്നു. तीसरे आयत में इस प्रकार लिखता है कि हम शरीर की लालसाओं में हम चल रहे थे। അടുത്തത് 11 വാക്യത്തിൽ ആമേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. എഫേസ്യർ 2:11. और इफिसियों 2 का 11 में ऐसा लिखा गया है कि हम शारीरिक रीति से अन्य जाति हो गए थे। 2:13 മുമ്പേ നിങ്ങൾ ദൂരസ്ഥന്മാരായിരുന്നു, ദൈവത്തോട് ആമേ അടുക്കാൻ കഴിയാതെ വണ്ണം വളരെ വിദൂരയായിരുന്നു, ദൂരസ്ഥന്മാരായിരുന്നു. और 2 का 13 में फिर से लिखा गया है कि पहले तो हम पहले मसीह से दूर आमीन चले गए थे, कभी भी प्रभु के करीब ना आने पाने वाला ऐसी अवस्था में हमारे जीवन पाए जाते थे। 5-8 വാക്യത്തിൽ ആമേ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മുമ്പ് ഇരുളായിരുന്നു. और 5 के 8 आयत में इस प्रकार पढ़े जाते हैं कि पहले तो हम अंधकार में पड़े हुए थे। ഹല്ലേലൂയ. കൊലോസ്യർ ആമേ 1:21, പാപപ്രവർത്തികളിൽ ശത്രുക്കളായിരുന്നു. और कुलोसियों की पत्री 1 अध्याय में उसके 23वें पद में ऐसे पढ़ते हैं कि पहले हम पाप की कार्यों के कारण अंधकार में पड़े हुए थे। ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നു ശത്രുക്കളായിരുന്നെന്ന് അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. और आमीन बड़े स्पष्ट रीति से इस प्रकार लिखा जाता है कि हमारे दुष्ट कार्यों के द्वारा हम अपने मन से ही परमेश्वर से दूर चले गए हुए थे। 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ 5 മുതൽ 7 വരെ വായിക്കുമ്പോൾ അവയിൽ ജീവിച്ച കാലത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തെല്ലാം ഇതിലായിരുന്നു നാം ജീവിച്ചിരുന്നതെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. और कुलोसियों की पत्री 3 अध्याय उसके 5 से लेकर 7 वचन तक पढ़ेंगे तो वहां पर हमारे पुराने जीवन में हम कैसे कैसे बुराइयों के साथ एक जीवन जीने वाले अवस्था में थे, वो सब स्पष्ट रीति से लिखा गया है। തീത്തോസ് 3:3 എഴുതിയിട്ടുണ്ട്, നാം മുമ്പ് ബുദ്ധികെട്ടവരായിരുന്നെന്ന് എഴുതിയിട്ടുണ്ട്. അനുസരണം തെറ്റി വഴി തെറ്റി നടന്നവരും നാനാമോഹങ്ങളിലും ഭോഗങ്ങളിലും ഒക്കെ നടന്നവരെന്ന് എഴുതിയിരിക്കുന്നു. और तीतुस की पत्री 3 अध्याय उसके 3 वचन में इस प्रकार लिखते थे कि पहले हम निर्बुद्धि थे, आज्ञा ना मानने वाले थे, और भ्रम में पड़े हुए विभिन्न प्रकार के अभिलाषाओं और सुख विलास के दासत्व में थे। 14 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ മൂഢന്മാരായി നടന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. और भजन संहिता 14 अध्याय उसका पहले आयत में इस प्रकार लिखते थे कि मूढ़ अपने हृदय में कहते हैं कि परमेश्वर है ही नहीं, तो हम भी ऐसी एक परिस्थिति में अपने जीवन को ले चल रहे थे। എന്നാൽ ഇപ്പോൾ റോമാലേഖനം 5 അധ്യായത്തിൽ വായിച്ചതുപോലെ ആമേ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി. लेकिन अब हम जैसे रोमियो की पत्री 5 अध्याय में हमने जैसे पढ़ा था, यीशु मसीह के द्वारा उस परमेश्वर के साथ हमारा मेल किया गया है।
6-ാം വാക്യം മുതൽ വായിച്ചു വരുമ്പോഴത്തേക്ക് ആമേൻ നമ്മുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് വളരെ വ്യക്തമായി റോമർ 5-ന്റെ 6-ാം വാക്യത്തെ നാം ബലഹീനരായിരുന്നു, ആമേൻ നാം പാപികളായിരുന്നു, നാം അഭക്തരായിരുന്നു. ഇതെല്ലാം ആയിരുന്നപ്പോഴും യേശു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമ്മുടെ ബലഹീനത മാറി, അഭക്തരെ ഭക്തിയുള്ളവരാക്കി മാറ്റി, നമ്മെ നീതിമാന്മാരാക്കി മാറ്റി. ആമേ പിതാവിനോട് നമുക്ക് സമാധാനം ഉണ്ടാക്കി. ആ സമാധാനം അനുഭവിക്കുന്ന ദൈവമക്കൾ ചേർന്നു ദൈവത്തിന് സ്തോത്രം പറ. और रोमियो की पत्री 5 अध्याय उसके 6 वचन में इस प्रकार लिखा गया है कि पहले तो हम निर्बल थे, भक्तिहीन थे, और हमारे जीवन में हम दुर्बल अवस्थाओं में पाए जाने की स्थिति में जब यीशु मसीह के साथ हमारा जब परमेश्वर का मेल किया गया तो हमारे जीवन में उस निर्बल अवस्था में परमेश्वर ने हमें बल दिया और हमें साहस देकर हमारे जीवन को धर्मी बनाने की अवस्था में परमेश्वर ने हमें ले चला। എഫേസ് ലേഖനം 2-ന്റെ 14 മുതൽ വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ നമ്മുടെ സമാധാനം യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം നമുക്ക് പിതാവാം ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി. ആ സമാധാനം നമ്മുടെ മേൽ ഇന്ന് പ്രഭാതത്തിലോ നമ്മുടെ കർത്താവ് പകർന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इफिसियों की पत्री 2 अध्याय उसके 14 वचन से हम बढ़ेंगे तो उसमें वचन इस प्रकार कहता है कि वो परमेश्वर यीशु मसीह के द्वारा हमारे जीवन में मेल और शांति की अवस्था में लेकर आए हैं, क्योंकि वो कलवरी पर हमारे ऊपर हमारे लिए बहाए हुए उस लहू के कारण हमारे जीवन में वो परमेश्वर के साथ मेल की अवस्था में हम पहुंच चुके हैं। നമ്മുടെ കർത്താവ് ആമേൻ സമാധാന പ്രഭുവാണെന്ന് ആമേൻ യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. और यशायाह की नबी की पुस्तक उसके 9 अध्याय में इस प्रकार वचन बताते हैं कि हमारा परमेश्वर यीशु मसीह जो है वो शांति का दाता है। वो 2 തരത്തിലുള്ള സമാധാനങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയും. दुनिया में हम 2 प्रकार की शांति को या मेल को अपने जीवन से देख सकते हैं। യോഹന്നാൻ 14-ന്റെ 27 വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ആമേൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അതിന്റെ അർത്ഥം ലോകം സമാധാനം തരുമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്, ലോകത്തിന്റെ സമാധാനത്തിന്റെ പുറകെ ഓടുന്ന ചിലരുണ്ട്. അതാണ് മദ്യപാനം, മയക്കുമരുന്ന്, ആമേ താൽക്കാലിക ഭോഗങ്ങൾ, ഇതിന്റെ പിന്നാലെ ഓടുന്ന ചിലരുണ്ട്. അതൊന്നും നമുക്ക് ശാശ്വതമായ സമാധാനം തരത്തില്ല. ലഹരി കഴിയുമ്പോൾ വീണ്ടും സമാധാനക്കേട് വരിക. എന്നാൽ യേശു തരുന്ന സമാധാനം നിത്യ സമാധാനമാകയാൽ നന്ദിയോടൊന്ന് ദൈവത്തിന് സ്തോത്രം പറയണം. और यूहन्ना की पत्री है उसका सुसमाचार उसके 14 अध्याय उसके 27वें पद में यीशु मसीह स्वयं ये बात को कहता है कि मैं तुम्हें शांति दिए जाती हूँ, अपनी शांति तुम्हें देता हूँ, जैसा संसार देता है मैं तुम्हें नहीं देता। उसका अर्थ इतना ही है कि संसार देने वाली जो शांति है वो एक समय सीमा के आधारित है, या फिर संसार की शांति शायद किसी भी प्रकार की दारू या किसी भी प्रकार के ऐसे आमीन वस्तुओं से पाए जाते हैं। जब उसका असर हो निकल जाते हैं तब उसका आमीन शांति भी कम हो जाती है या खत्म हो जाती है। लेकिन यीशु मसीह देने वाला शांति इस प्रकार का नहीं है, वो अनंत काल के लिए हमें ऐसे शांति को देने वाले अनुभव में है। इसलिए हमें प्रभु यीशु की शांति को अपने जीवन में आमीन हमेशा स्मरण करना जरूरी है। ഇന്ന് രാവിലെ ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും അസമാധാന നിലയിലായി ഇത് കേൾക്കുന്നെങ്കിൽ യേശു നിങ്ങളുടെ അരികിൽ വന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കൂടാരത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധികളുടെ മേൽ ഒരു സമാധാനം കൽപ്പിക്കുന്ന പ്രഭാതമാണ് ഈ പ്രഭാതം. അത് എത്ര പേർ വിശ്വസിക്കുന്നു? आज सुबह के समय में आपके बीच में कोई भी यदि ऐसे शांति अनुभव नहीं कर पाते हैं तो हमारे मध्य में उतर आकर वो परमेश्वर जो हमें शांति देने वाला दाता है, वो आमीन वो शांति देने वाला परमेश्वर की उपस्थिति में हम जाएं और प्रभु से उस शांति को अपने जीवन में प्राप्त करेंगे। आमीन, उसी के लिए हम प्रभु का धन्यवाद भी करेंगे। സമാധാനം നാം പ്രാപിക്കണം. आमीन, शांति को हम अपने जीवन में प्राप्त करना जरूरी है। സമാധാനത്തിന്റെ ഉടമ ദൈവം തന്നെയാണ്.
और शांति का दाता वो परमेश्वर स्वयं है। സമാധാനം ത്രിയേക ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. और शांति जो है वो त्रिएक परमेश्वर के साथ संबंधित है, ऐसे वचन बताते हैं। ആ സമാധാനം ഇന്ന് രാവിലെ നാം ഒന്ന് പ്രാപിച്ചെടുക്കണം. और वो शांति आज सुबह के समय में हम अपने जीवन में प्राप्त करना जरूरी है। ആമേ ത്രിയേക ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു ആമേ സ്തോത്രം തെളിവ് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. और शांति जो है त्रिएक परमेश्वर के साथ संबंधित है जब हम कहते हैं, वचन में से एक सबूत को आपको दिखाना हम पसंद करेंगे। ആമേൽ 1 കൊരിന്ത്യർ 14:33 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രേ. അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യം വീട്ടിലുണ്ടെങ്കിൽ കലക്കം വീട്ടിലുണ്ടാകത്തില്ല. ദൈവം സമാധാനത്തിന്റെ ദൈവമാ. और आमीन, उसके लिए पहले कुरिन्ती 14 अध्याय उसके 33वें पद में इस प्रकार लिखता है, क्योंकि परमेश्वर गड़बड़ी का नहीं परंतु शांति का परमेश्वर है। ऐसा यदि कहा जाता है तो यदि आपके घर में शांति रहेगी तो आपके घर में कोई गड़बड़ी नहीं दिखाई देगी। ആമേൻ. പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തിൽ 3 വിധത്തിലാണ് നമുക്ക് സമാധാനം അനുഭവിപ്പാൻ കഴിയുന്നത്. എഫേസ്യർ 1 ആമേ 2 വാക്യത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. और आमीन, परमेश्वर के संबंधित 3 भाग में हम प्रभु की शांति को अपने जीवन में देख सकते हैं। पहली बात, इफिसियों की पत्री 1 अध्याय उसके 2 वचन में इस प्रकार लिखा है, हमारे पिता परमेश्वर और प्रभु यीशु मसीह की ओर से तुम्हें अनुग्रह और शांति मिलती रहे। റോമാലേഖനത്തിൽ നമ്മൾ മുമ്പ് കണ്ടു 5:1 ആമേ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. और रोमियो की पत्री उसके 5 के 1 आयत में हमने पहले देखा था कि यीशु मसीह के द्वारा परमेश्वर के साथ हमारा मेल किया गया है। ഫിലിപ്പിയ ലേഖനം 4 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. और फिलिपियों की पत्री उसके आमीन 4 अध्याय आमीन उसके आमीन 7 वचन में इस प्रकार लिखा है कि तब परमेश्वर की शांति जो सारी समझ से परे हैं तुम्हारे हृदय तुम्हारे विचारों को यीशु मसीह में सुरक्षित रखेगी। ആമേ. അടുത്തത്, പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സമാധാനം അനുഭവിപ്പാൻ കഴിയും. दूसरी बात हम देखते हैं कि यीशु मसीह के द्वारा हम अपने जीवन में शांति अनुभव कर पाते हैं। എഫേസ്യർ 2:14 അത് നമുക്ക് കാണുവാൻ കഴിയുന്നു. इफिसियों की पत्री 2 का 14 आयतों में इन बात के बारे में हम पढ़ അവിടെ पाते हैं। എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ സമാധാനം. और वहां इस प्रकार लिखा है कि वही हमारा मेल है। യേശു ക്രിസ്തുവിന്റെ സമാധാനം 3 രീതിയിൽ നമുക്ക് അനുഭവിക്കാം. यीशु मसीह की जो शांति है 3 प्रकार से हम अपने जीवन में अनुभव कर सकते हैं। 1 കൊലോസ്യ ലേഖനത്തിൽ 1 അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന, അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്ന അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അപ്പൊ കാൽവറി ക്രൂശിൽ ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തത്താൽ അവൻ നമ്മുടെ വീടിനകത്ത് നമ്മളിൽ സമാധാനം ഉണ്ടാക്കിയിരിക്കുക. कुलुसियों की पत्री 1 अध्याय उसके 19वें और 20वें आयत में इस प्रकार वचन में लिखा जाता है कि परमेश्वर यीशु मसीह जो हमारे सारी परिपूर्णता है और उसने जो क्रूस पर हमारे लिए जो लहू बहाया है उसी के द्वारा हमारे जीवन में सारी मेल मिलाप को किया गया है। तो ऐसा है तो हमारी परिवार में हमारे जीवन में वो यीशु का लहू के द्वारा शांति हमें मिलती है। യേശു തന്റെ സമാധാനം തന്റെ ശിഷ്യന്മാർക്ക് തന്നേച്ചു പോകുന്നെന്ന് യോഹന്നാൻ 14:27 പറഞ്ഞെങ്കിൽ അതൊരു വാഗ്ദത്തമാ. അത് നാം പ്രാപിച്ച് അനുദിനവും മുന്നോട്ട് പോകേണ്ടവരാണെന്ന്. രണ്ടാമത്തെ കാര്യം,
यीशु मसीह हमारा शांति है। ऐसे यूहन्ना की सुसमाचार 14 अध्याय के 27वें आयत में इस प्रकार है कि मैं अपनी शांति तुम्हें देकर जा रहा हूं। तो ये आमीन, प्रभु यीशु हमारे लिए दिया हुआ वायदा है, तो वायदा हम अपने जीवन में प्राप्त करना जरूरी है। മൂന്നാമത്തത് നമുക്ക് സ്തോത്രം അവന്റെ സാന്നിധ്യത്താൽ സമാധാനം ഉണ്ടാകും. അതാണ് നാം വായിച്ച കുറിവാക്യം. പേടിച്ചിരിക്കുമ്പോൾ, ഭയപ്പെട്ടിരിക്കുമ്പോൾ, ഒരു സാമ്രാജ്യം തന്നെ തന്റെ ഭക്തന്മാർക്ക് എതിരായി നിൽക്കുമ്പോൾ അവന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അവരുടെ നടുവിൽ സമാധാനം ഉണ്ടാക്കിയതുപോലെ ഇന്ന് ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ അധികാര വൃന്ദങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിരോധമായി പ്രതിസന്ധികൾ കയറി വരുമ്പോൾ ഒരു കാര്യം ആത്മാവിൽ വിളിച്ചു പറയാം: സകലത്തെ നിർമ്മിച്ചവൻ, സകലത്തിനും കാരണഭൂതൻ, സർവശക്തനാകുന്നവന്റെ സമാധാനം വടക്കേന്ത്യയുടെ മേഖലകളിൽ വേല ചെയ്യുന്ന നിങ്ങളുടെ മേലും ഇന്ന് പകൽ ശക്തിയോടെ വ്യാപരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ ആ സാന്നിധ്യത്തെ കൊതിച്ചോ, ആ സമാധാനം നിങ്ങളെ ഫീൽ ചെയ്ത് നടത്തുവാനിടയായി തീരും. और यहाँ पर हमने तीसरी बात को, जैसे हमने जो कुंजी वचन में लिए हुए थे, हमने पढ़े कि यीशु मसीह की उपस्थिति आमीन हमारे जीवन में हमें शांति उत्पन्न कराते हैं। तो आज आमीन आप अपने जीवन में किसी भी क्षेत्र में आमीन अशांति की अवस्था में रहते हैं तो यीशु का उपस्थिति, यीशु का जो वायदा है वो अपने जीवन में हम प्राप्त करेंगे। आमीन अपने जीवन में चाहे कैसे भी परिस्थिति में क्यों ना हो, आमीन प्रेज द लॉर्ड। आज सुबह के समय में ये वचन जब कहे जाते हैं, यीशु का शांति आपके जीवन में, आपके सेवकाई के क्षेत्रों में, आपके परिवारों में अनुभव होने के लिए आमीन हम विश्वास के साथ उसको अपने जीवन में ग्रहण करेंगे। അടുത്തത് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലും നമുക്കിത് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പറ്റി, ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 5:22 മുതലുള്ള വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് സമാധാനം. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവകുഞ്ഞെ നിന്റെ അകത്തൊരു സമാധാനം ഫീൽ ചെയ്യണം. और आमीन पवित्र आत्मा के संबंधित ये शांति की बातों को हम गलातियों की पत्री 5 अध्याय उसके 22वें आयत में लिखता है, पर आत्मा का फल प्रेम, आनंद, शांति इत्यादि बातों को यदि बताया जाता है तो पवित्र आत्मा पाए हुए प्रिय लोगों, आप अपने जीवन में यीशु मसीह का शांति को अपने जीवन में आप अनुभव करना है और उसी के लिए प्रभु का धन्यवाद करना है। സമാധാനം നാം അനുഭവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് പൗലോസ് സ്തോത്രം 2 കൊരിന്ത്യർ 13 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, സമാധാനത്തോടെ ഇരുപ്പീൻ. ദൈവം അത് ആഗ്രഹിക്കുന്നു, അപ്പോസ്തലൻ അത് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ സമാധാനത്തോടെ ഇരിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് സമാധാനം നമ്മൾ അനുഭവിക്കണം. और आमीन 2 कुरिन्थियों उसकी पत्री उसके आमीन 13 अध्याय उसके 11 पद में इस प्रकार लिखता है, आमीन पौलुस इस प्रकार कहता है कि तुम प्रेम और शांति के साथ आमीन तुम बने रहो। तो परमेश्वर के लोगों, प्रभु के लोग होने के नाते, प्रभु के बच्चे होने के नाते परमेश्वर हमारे जीवन में यह इच्छा करता है कि हम जहां भी रहे हम आपस में शांति और प्रेम के साथ हम रहने पाए। കൊലോസി ലേഖനം തന്നെ 3:15 പറയുന്നു, സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. എന്ന് വെച്ചാൽ പിശാചല്ല വാഴേണ്ടത്, അസമാധാനമല്ല നിങ്ങളുടെ വീട്ടിൽ വാഴേണ്ടത്. നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളിലും മനസ്സിലും നിങ്ങളുടെ കൂടാരത്തിനകത്തും ചർച്ചിനകത്തും മിനിസ്ട്രിക്കകത്തും വിദ്യാഭ്യാസത്തിനകത്തും സമാധാനം വാഴണം. और कुलुसियों की पत्री 3 अध्याय में भी ये बात को बताया गया है कि हमारे जीवन में शांति, हमारे जीवन में कार्य करना है, राज करना है। तो प्रभु के लोगों, आपकी कलीसिया में, आपके व्यक्तिगत जीवन में, आपके परिवार के अंदर आमीन शत्रु का कार्य नहीं, परंतु परमेश्वर का शांति आपके जीवन के ऊपर राज्य करना है और उसी के लिए प्रभु हमें बुलाया भी है। ഹല്ലേലൂയ.
അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തില് പൗലോസ് പറയുന്ന 4:7 ആമേ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലെ നിനവുകളെ ക്രിസ്തുവേശുവിൽ കാക്കും. और इसीलिए पौलुस फिलिपियों की पत्री 4 अध्याय उसके 7 वचन में इस प्रकार लिखते हैं कि तो परमेश्वर की शांति जो सारी समझ से परे है तुम्हारे हृदय और विचारों जो मसीह यीशु में सुरक्षित रखेगी. ജീവിതത്തിലെ സമാധാനം നശിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് നമ്മുടെ ചിന്താകേന്ദ്രമാണ്. ചിന്താമണ്ഡലത്തെ നിയന്ത്രിച്ചേ പറ്റൂ. ചിന്താമണ്ഡലത്തെ നിയന്ത്രിച്ചാലേ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ആവശ്യമില്ലാത്ത ചിന്തയും നിലവുകളെയും കൊണ്ടുവരുന്നതിനെ പുറത്താക്കിയിട്ട് ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ചിന്തയ്ക്കകത്ത് കയറട്ടെ. और जीवन के शांति के एक मुख्य भाग हमारे सोच विचारों और हमारे समझ पे आधारित रहेंगे, ऐसे ये वचन हमें बताते हैं. तो हमारे विचारों को और हमारे समझ को वो मसीह यीशु की शांति से भरने के लिए हमारे अंदर के हर एक व्याकुलता को दूर करते हुए वो मसीह की शांति के अनुभव को अपने जीवन में राज्य करने के लिए प्रभु के हाथों में अपने जीवन को समर्पित करना है. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് 12:2 ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിനൊരു പുതുക്കമുണ്ടാകണം. और इसलिए रोमियो की पत्री 12 अध्याय उसके 2 आयतों में इस प्रकार लिखता है कि संसार के सदृश ना बनो, परंतु तुम्हारे मन के नए हो जाने से तुम्हारा चाल चलन भी बदलता जाए. और इस प्रकार प्रभु का वचन हमें बताते हैं कि हमारे जीवन में एक बदलावट होना जरूरी है. സമാധാനം നാം ഉണ്ടാക്കണം. സമാധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് മത്തായി 5:9 എഴുതിയിരിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. और हमें वचन हमें बताते हैं कि हमें अपने जीवन में मेल कराने वाला हमें बनना है. मत्ती के सुसमाचार 5 अध्याय के 9 वचन में इस प्रकार है, धन्य है वे जो मेल कराने वाले हैं. हमारे जीवन में शांति या मेल करने वाला एक व्यक्ति हमें बनना है. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിലും അത് തന്നെ എഴുതിയിട്ടുണ്ട്, 3-ന്റെ ഒടുവിലത്തെ വാക്യം. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പൊ സമാധാനം ഒരു വിതയാണ്, അതിന്റെ ഫലം നീതിയാണ്. और याकूब के पत्री उसके 3 अध्याय के आखिरी आयतों में इस प्रकार बताया जाता है कि इसलिए हमें आमीन शांति के बीज बोकर हमारे जीवन में वो परमेश्वर का जो धर्म है उसे अपने जीवन में काटने पाएंगे. तो आमीन शांति का फल हमारे जीवन में धर्म की बातें हैं, ऐसे प्रभु का वचन हमें बताता है. 3 തലത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. 3 क्षेत्र में अपने जीवन में हम शांति या मेल को उत्पन्न करा सकते हैं. നമുക്ക് നമ്മുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റും. पहला, हमारे परिवार के अंदर हम परमेश्वर की शांति को ले आ सकते हैं. ആമേ. സമാധാനം ഉണ്ടെങ്കിൽ 4-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. ആമേ. ഇന്ന് ചിലര് ആമേ ഗുളിക കഴിച്ചിട്ടാ കിടക്കുന്നത്, എന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, നല്ല ബെഡിലാ കിടക്കുന്നത്. എന്താ കാര്യം? സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം നാം ഉണ്ടാക്കിയാൽ നീതി എന്ന ഫലം വരും. അങ്ങനെ ഉണ്ടേലേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. और इसलिए हमारे जीवन में हमें शांति को ले आने वाले व्यक्ति बनना है. भजन संहिता 4 अध्याय में इस प्रकार लिखते हैं कि मैं शांति के साथ लेट जाऊंगा, सो जाऊंगा. आज कई लोग सोने के लिए गोली लेते हैं, नींद फिर भी नहीं आते हैं. लेकिन प्रभु का वचन हमें बताते हैं कि जो शांति को लाने वाले हैं उनके जीवन में धर्म का फल को वे उत्पन्न करेंगे और उनके परिवारों में परमेश्वर की शांति हमेशा कायम रहेगी. 37-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്,
മൂന്നാം വാക്യത്തിൽ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വാർത്ത് വിശ്വസ്തത ആചരിക്കുക. അപ്പൊ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുമ്പോൾ, ദേശത്ത് വാർത്ത് വിശ്വസ്തതയോടെ ജീവിക്കുമ്പോൾ അതൊരു സമാധാനം ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. और आमीन भजन संहिता 37 में भी ये परमेश्वर का वचन में इस प्रकार बताया जाता है कि परमेश्वर पर भरोसा रखो, और आमीन जिस देश में हम रहते हैं उस देश में आमीन धर्म के साथ कार्य करो, और परमेश्वर का कार्यों को हमारे जीवन में हम सफलता की ओर देखते हुए हम अपने जीवन में अनुभव कर सकते हैं। അപ്പൊ ഒന്ന് വീട്ടിൽ സമാധാനം ഉണ്ടാക്കാം. पहला है हमारे घर में, परिवार में हम शांति को ले आ सकते हैं। രണ്ട്, നമുക്ക് സഭയിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റും. സഭയിൽ ആമേ വാക്യം दूसरा है പറയാം ഞാൻ. റോമാലേഖനം 12:18 കഴിയുമെങ്കിൽ നിങ്ങളാൽ ആകുവോളം സകല മനുഷ്യരോട് സമാധാനമായിരിക്കുന്ന റോമാ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ സഭയ്ക്കകത്ത് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. और दूसरा है कि हमारी कलीसिया में हम शांति को ले आ सकते हैं, और इस विषय के संबंधित मैं आपको वचन देना चाहूंगा। रोमियो की पत्री 12 अध्याय उसके 18वें आयत में इस प्रकार वचन कहे जाते हैं कि आमीन जहां तक हो सके भरसक सब मनुष्य के साथ मेल मिलाप रखो। तो प्रभु का वचन पौलुस इस प्रकार कह सकता है कि कहते हैं कि जहां तक हमें संभव है हमें आपस में एक दूसरे के साथ मेल मिलाप को लाना जरूरी है। ഹല്ലേലൂയ. ഇനി മൂന്ന്, സമൂഹത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. और तीसरा है कि हमारे बाहरी समूह में हम प्रभु की शांति को या मेल को ले आ सकते हैं। എഫേസ് ലേഖനം 6:15 അത് നമുക്ക് കാണാൻ കഴിയുന്നു. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയിടണം. അപ്പൊ നാം അറിയിക്കുന്ന സുവിശേഷം സമാധാനത്തിൻ്റെതാണ്. അത് അനേക കുടുംബങ്ങളെ പണിയുന്നതാണ്. അത് അനേക കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതാണ്. അത് അനേക കുടുംബങ്ങളുടെ ദുഃഖം മാറ്റുന്നതാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? और आमीन इफिसियों की पत्री आमीन उसके 6 अध्याय में परमेश्वर का वचन इस प्रकार में बताते हैं कि 15वें वचन में पांव में मेल की सुसमाचार की तैयारी की जूते पहन लो। तो परमेश्वर का सुसमाचार जो है एक दूसरे के जीवन में मेल के अनुभव को जब लाते हैं, तो इस प्रकार हम प्रभु के सुसमाचार जब आप हमारे समाज में हम जब प्रचार करते हैं, तो कितने लोग वो परमेश्वर के मेल को लाने के लिए अपने जीवन में कोशिश कराते हैं। നമ്മുടെ സ്തോത്ര ധന്യനായ പൗലോസ് ലീഹ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിപ്രധാനമായ ഒരു കാര്യം 2 തിമോത്തിയോസ് 2:22 ആമേൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. और आमीन पौलुस जब आमीन तिमोथियुस को पत्री लिख रहा था उस समय पर दूसरा तिमोथियुस की पत्री में पौलुस तिमोथियुस को आमीन ये बात का सलाह देता है कि हो सके तो सारे मसीहों के साथ, सारे धर्मी जनों के साथ मेल के अनुभव में रखने के लिए आप कोशिश करना है। ഹല്ലേലൂയ. आमीन। അപ്പോൾ സമാധാനം നാം ആശിക്കുകയും കൂടെ വേണം. और इसलिए वचन हमें बताता है कि आमीन मेल को अपने जीवन में प्राप्त करने के लिए हमें इच्छा रखना है। ആഗ്രഹം ഉണ്ടെങ്കിൽ സമാധാനം നമ്മുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വരും. यदि हमारे अंदर इच्छा है तो हमें हमारे घर के अंदर परमेश्वर की शांति उतर आएगी। എത്ര പേര് ഒരു സമാധാനം ഇന്ന് രാവിലെ കുതിക്കുന്നു? और कितने लोग आज एक शांति अपने जीवन में इच्छा कर रहे हैं। മനുഷ്യനും മനുഷ്യനും തമ്മിൽ സമാധാനം ഉണ്ടാകണം. मनुष्य मनुष्य के बीच में एक मेल मिलाप के अनुभव में आना है। ആമേൻ. മനുഷ്യനും ദൈവവും തമ്മിൽ സമാധാനം ഉണ്ടാകണം. मनुष्य और परमेश्वर के बीच में एक मेल मिलाप के अनुभव में आना है। മനുഷ്യനും പ്രകൃതിയും തമ്മിൽ സമാധാനം ഉണ്ടാകണം. और मेल मिलाप के अनुभव में मनुष्य और एक आमीन प्रकृति के बीच में एक अनुभव में हमें आना है। ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒന്നാമതായി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് സമാധാനമാണ്. हमारा यीशु मसीह जो है पहली बात अपने चेलों को ये देता है कि तुम्हें शांति मिले। ആരാധനയിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. हम अपने आराधना के बीच में परमेश्वर की शांति को अनुभव कर सकते हैं।
അതുകൊണ്ടാണ് യെശയ്യാവ് 57:19 പറയുന്നത്, ഞാൻ ആദരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം സമാധാനം എന്ന് ഞാൻ അവരെ സൗഖ്യമാക്കുന്ന യഹോവ എന്നും അരുളി ചെയ്യുന്നു. അപ്പോൾ ആരാധിക്കുമ്പോൾ, അതരഫലം സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ, അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ സമാധാനം വീട്ടിനകത്ത് വ്യാപരിക്കും. ആത്മാവിൽ ആരാധിക്കുന്നവരുടെ വീടിനകത്ത് സമാധാനം നിശ്ചയമായി ഫീൽ ചെയ്യും. और आमीन, यशायाह नबी के पुस्तक उसके 57वें अध्याय में इस प्रकार प्रभु का वचन कहता है कि मैं उनके होठों का फल, आमीन, उनके जीवन में मैं उनको आशीष के रूप में और उनके लिए धर्म के रूप में मैं प्रदान करूंगा। तो प्रभु का वचन का अर्थ इतना ही है कि हमारे होठों का फल या हमारी आराधना के द्वारा परमेश्वर का शांति, परमेश्वर का मेल हम अपने जीवन में और अपने कलीसियाओं में अनुभव कर पाएंगे। ഇന്നത്തെ പല ശുശ്രൂഷകള് യിരെമ്യാ പ്രവാചകൻ പറയുന്ന ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നു, 8:11, സമാധാനം ഇല്ലാതിരിക്കുക, സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. എന്ന് വെച്ചാൽ സമാധാനം ഇല്ല, അന്നേരവും പറയാ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് മുറിവുകളെ ചെറുതായി ലഘുവായി ചികിത്സിക്കുന്നു, പുറമേ മരുന്ന് വെക്കുന്നു. ആ ശുശ്രൂഷകളാണ് പല കുടുംബങ്ങളുടെയും സമാധാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. आज की अनेक सेवकाइयों में मुझे एक बात यिर्मयाह की पुस्तक का 8 अध्याय उसके 11 वचन में लिखा है, वो याद आता है कि अनेक आज की सेवकाइयों में शांति है कर कर लोग आमीन सेवकाई तो करते हैं, परंतु आमीन वचन इस प्रकार जैसे कहते हैं कि उनके घाव को ऊपर ही ऊपर वे चंगा करते हैं, परंतु उनको कोई शांति नहीं मिलती। तो आज कई सेवकाई, कई परिवारों की हालत भी इस प्रकार का है। ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ വാഗ്ദത്തത്തിലേക്ക് ഞാൻ ഓടിക്കേറുക. 2 ഇന്ന് പറയുന്നുള്ളൂ, അതിനുള്ള സമയമേ ഉള്ളൂ. രണ്ടാമത്തത്, യേശുവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അപ്പൊ രണ്ടാമത്തെ അനുഗ്രഹം അല്ലെങ്കിൽ രണ്ടാമത്തെ വാഗ്ദത്തം, കർത്താവിനെ കണ്ടാൽ ദുഃഖം മാറും, സന്തോഷം ഉണ്ടാകും. दूसरी एक वायदा जो यीशु मसीह ने अपने चेलों के बीच में दिया, वो मैं आपको कहना चाहूंगा। समय के अभाव के कारण मैं आगे नहीं जाता हूं, लेकिन ये दूसरी बात को बोलना चाहता हूं कि यीशु मसीह को जैसे ही वे देखे, वे आनंदित हो गए। तो हमारे जीवन में हम यीशु मसीह को यदि अपने जीवन में देखेंगे, हमारी दुख, हमारी सारे कष्ट और क्लेश दूर हो जाएंगे, आनंद की अनुभव हमारे जीवन में प्राप्त होगी। ധന്യനായ പൗലോസ്ലീഹ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് ഫിലിപ്പിയർ 4:4 പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കാരാഗ്രഹമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും സന്തോഷം വ്യാപരിക്കും. और आमीन पौलुस अपने जीवन में ये बात को अनुभव करते हुए आमीन उस कारागृह में रहकर भी पौलुस इस प्रकार का बात को कहता है कि फिलिपियों की 4 अध्याय के 4 वचन में परमेश्वर में हमेशा आनंद मनाना है, आनंदित रहना है, चाहे हमारे आसपास में सब कष्ट और क्लेश हम अनुभव करने के बीच में भी प्रभु का आमीन उपस्थिति यदि हमारे जीवन में रहेंगे तो हम हमेशा आनंद के अनुभव में हमारे जीवन बदल जाएगा। സങ്കീർത്തനത്തിൽ പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, 4-ാം സങ്കീർത്തന 7-ാം വാക്യം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. എന്ന് വെച്ചാൽ സമ്പത്ത് വർദ്ധിക്കുന്നതിലും ഭയങ്കര സന്തോഷമാ ദൈവ സാന്നിധ്യം വീട്ടിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. भजन संहिता 4 अध्याय उसका 7 वचन में इस प्रकार बताया जाता है कि आमीन उन दिनों में आमीन उनको ऐसे अधिक आनंद से वे भर गए जो उनको अन्न और दाख मधु के बढ़ती से होता है। आमीन अन्न और दाख मधु से भी मिलने वाले आनंद से भी बढ़कर हैं परमेश्वर की उपस्थिति से मिलने वाली आनंद। ഹല്ലേലൂയ. റോമാലേഖനം 14-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അങ്ങനെയാണെങ്കിൽ ആമേൻ ആത്മശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവകൃപ, ദൈവ സാന്നിധ്യം ഇതിറങ്ങുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ മേൽ ഫീൽ ചെയ്യും.
और रोमियो की पत्री 14 अध्याय उसका 17 वचन में इस प्रकार लिखता है, क्योंकि परमेश्वर का राज्य खाना पीना नहीं परंतु धर्म और मेल मिलाप और वो आनंद है जो पवित्र आत्मा से होता है। तो प्रभु का वचन हमें ये बात को बताते हैं कि खाने पीने से भी बढ़कर वो प्रभु का उपस्थिति का, वो पवित्र आत्मा का आनंद जो मेल मिलाप से या धर्म से हमारे जीवन में आमीन मिलती है, वो अपने जीवन में हमें अनुभव करते रहना है। ഹല്ലേലൂയ. സന്തോഷത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ കൂടെ പറഞ്ഞാലും അത് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഓടിച്ച് അതിന്റെ പോയിന്റ്സ് പറഞ്ഞു പോകാം. വേണ്ടവരങ്ങ് നോട്ട് ചെയ്തോ, നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പമാകും. ഒന്ന്, സന്തോഷത്തിന്റെ സാഹചര്യങ്ങൾ. ആമേൻ. അത് പരീക്ഷയിൽ സന്തോഷിക്കണം, ജീവിതത്തിലെ കഷ്ടങ്ങളിൽ സന്തോഷിക്കണം. 3, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കണം. വേഗത്തിൽ പറഞ്ഞാട്ടെ, സമയം പോയി. और आमीन, आनंद के बारे में बहुत सारी बातें मैंने यहाँ पर लिख कर रखा है, लेकिन उसे बोलने के लिए समय नहीं है। जल्दी जल्दी मैं बताता हूँ। एक तो है, हमें परीक्षा के बीच में हमें आनंद करना है, हमें कष्ट के मध्य में भी हमें आनंदित होना जरूरी है। ആമേൻ. ഭൗതിക നഷ്ടങ്ങളിൽ സന്തോഷിക്കണം. हमारे जीवन में यदि भौतिक रीति से हमें हमें नष्ट के अनुभव होता है, तभी भी हमें आनंद करना है। എബ്രായ സഭയൊക്കെ അത് സഹിച്ചു. അതുകൊണ്ടാണ് സമ്പത്തുകളുടെ അപകാരം ഒരു സന്തോഷത്തോടെ सहिച്ചെന്ന് वाइക്കുന്നത്. इब्रानी कलीसिया ने ये सब को अपने जीवन में सह लिए, इसलिए वचन इस प्रकार कहते हैं कि उनकी संपत्ति जब नष्ट होने के समय में भी वे आनंद करते रहते थे। അടുത്തത് വിശ്വാസിയുടെ സന്തോഷ വിഷയങ്ങൾ. दूसरा है कि एक विश्वासी के लिए आनंद की बातें क्या कुछ हैं। 1, രക്ഷയിൽ സന്തോഷിക്കുന്നു. 2, കർത്താവിൽ സന്തോഷിക്കുന്നു. पहला है कि एक विश्वासी अपने उद्धार में आनंदित मानते हैं। दूसरा है कि वो परमेश्वर में आनंद मनाते हैं। 3, ദൈവവചനത്തിൽ സന്തോഷിക്കുന്നു. ഇരമ്യാവ് 15:16. यिर्मयाह 15:16 में तीसरे बात बताया जाता है कि वो परमेश्वर का वचन में आनंद करते हैं। 5, ദൈവപ്രവൃത്തിയിൽ. 4, ദൈവപ്രവൃത്തിയിൽ സന്തോഷിക്കുന്നു. चौथा है कि वो परमेश्वर के कार्यों को देखकर वे आनंदित होते हैं। ആമേൻ. അടുത്തത് സന്തോഷം എങ്ങനെ അനുഭവിക്കാം. तीसरी बात है कि अपने जीवन में हमें आनंद को कैसे अनुभव करना है। ഒന്നാമത്, സന്തോഷവും ദുഃഖവും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പഠിച്ചാൽ തന്നെ സന്തോഷം ഉണ്ടാകും. और पहली बात है कि आनंद और दुख जीवन का एक भाग है। इसके बारे में हम जब सीखेंगे तो ही हमारे जीवन में आनंद की अनुभव होगी। 30-ാം സങ്കീർത്തനം എങ്ങനെയല്ലേ വായിക്കുന്നത്? സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാമാർക്കും ഉഷസ്സിലും ആനന്ദഘോഷം വരുന്നു. അപ്പൊ കരച്ചിൽ വന്നാലും അതിനപ്പുറത്ത് എനിക്കൊരു ആനന്ദം വരുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് സന്തോഷമാകും. और 30वें भजन संहिता में इस प्रकार हम पढ़ते हैं कि हमें रात को चाहे रोने की अवस्था हो जाए, सुबह के समय में हमें आनंद की अनुभव आएगी। तो रात यदि रोने की है तो अगले दिन परमेश्वर का खुशी और आनंद हम अपने जीवन में अनुभव कर सकते हैं। ഹല്ലേലൂയ. ഓടിച്ച് ഞാനങ്ങ് പറഞ്ഞു പോവാ. രണ്ടാമത്തെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. 3, പാപം ചെയ്യാതിരുന്നാൽ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകും. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് സന്തോഷമുണ്ടാകും. വിചാരപ്പെടാതിരുന്നാൽ നമുക്ക് സന്തോഷമുണ്ടാകും. പ്രാർത്ഥിക്കുന്നതിനാൽ നമുക്ക് സന്തോഷമുണ്ടാകും. और जल्दी से मैं आगे की बातों को बताना चाहता हूं कि एक है कि हमें परमेश्वर के उपस्थिति में पाप ना करने से हमें आनंदित होते हैं। परमेश्वर की उपस्थिति में ज्यादा चिंता ना रखने से हमें आनंदित होते हैं। परमेश्वर की उपस्थिति में हम परमेश्वर के आमीन बड़े कार्यों को अपने जीवन में सोचकर हम आनंदित कर सकते हैं। ലാസ്റ്റ് കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്താൻ പോവാ. സന്തോഷം ഭാവിയിലും തുടരുന്നതാ. ദൈവമക്കളുടെ ഭാവിയിലും സന്തോഷം തുടർന്നുകൊണ്ടേയിരിക്കും. और आखिरी बात को मैं बोलना चाहता हूं कि अपने जीवन में परमेश्वर के लोगों का आनंद आमीन हमारे आने वाले दिनों में भी हम अपने जीवन में अनुभव कर എത്ര सकते പേരത് हैं। വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഭാവിയിലും എനിക്ക് സന്തോഷമുണ്ട്. और कितने लोग ये बात का विश्वास करते हैं कि मेरे आने वाले समय में भी मैं अपने जीवन में आनंद करेंगे। ഹല്ലേലൂയ. ആമേൻ. आमीन। സ്തോത്രം. രക്ഷയുടെ സന്തോഷം, हमारे उद्धार का आनंद जो है, മാനസാന്തരപ്പെടുന്ന ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നല്ലേ. അപ്പം രക്ഷയുടെ സന്തോഷം,
और आमीन, एक मन फिराने वाले पापी के विषय में स्वर्ग आनंदित होते हैं, तो स्वर्ग में जो आनंद हमारे जीवन के प्रति है, മത്തായി 25 നമ്മുടെ കർത്താവിന്റെ വരവിൽ നമുക്ക് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പീൻ എന്നാണ് മത്തായി 25-21 മുതലുള്ള വാക്യങ്ങളെ വായിക്കാൻ കഴിയുന്നത്. और यीशु मसीह के लौट कर आने के समय में मत्ती के 25वें अध्याय उसके 21वें आयत से हम ये बात को पढ़ते हैं कि वो आमीन स्वामी जो हैं हमारे लौट कर आने के प्रति आनंदित होते हैं। വെളിപ്പാട് പുസ്തകം 19-ന്റെ 7 വാക്യമാണ് നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത്. നാം ഉല്ലസിച്ച് സന്തോഷിച്ച് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടുന്ന മണവാട്ടി സഭ മണവാളനുമായിട്ട് സ്വർഗസ്ഥലങ്ങളിൽ കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്ന അനുഗ്രഹീതമാകുന്ന ഒരു സുദിനമുണ്ട്. അവിടെയാണ് നമ്മുടെ സന്തോഷത്തിന്റെ പൂർത്തീകരണം വരുന്നത്. ആ പ്രത്യാശ അകത്തുള്ളവർ ചേർന്നൊന്ന് ദൈവത്തിന് സ്തോത്രം പറ. और परमेश्वर का वचन हमें प्रकाशित वाक्य में बताते हैं कि वो मेमना आमीन वो दुल्हा जब हमारे लिए लौट कर आएगा तो कलीसिया आनंदित होगी। तो इसी प्रकार से हम वचन में पढ़ते हैं कि हमारी आनंद की परिपूर्णता तब पाई जाएगी जब वो हमारे लिए दुल्हा जब लौट कर आकर अपनी कलीसिया को अपने साथ ले जाएगा, और उस समय जो आनंद और उल्लास का अनुभव हमारे जीवन में परमेश्वर हमें देते हैं, तो ऐसा है तो आमीन हम अपने जीवन में वो प्रभु के लिए आनंदित होवे, हमारे हाथों को उठाकर वो प्रभु का हम धन्यवाद करेंगे। ആമേൻ. നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 5 എണ്ണം ഉണ്ടായിരുന്നു, 2 എണ്ണമേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് എന്നേലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ പറയാം. ദൈവം നമുക്ക് ആമേൻ സ്തോത്രം അനുഗ്രഹങ്ങളും നന്മകളും പകരട്ടെ. ആമേൻ. 1 സമാധാനം, 2 സന്തോഷം. ഇത് രണ്ടും പല കുടുംബങ്ങളിലും ഇന്നില്ല. അത് നമുക്ക് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തതാ. നിങ്ങളുടെ കുടുംബത്തിനകത്തും നിങ്ങളുടെ സഭയ്ക്കകത്തും നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്തും ഒരു സമാധാനവും സന്തോഷവും ഇന്നു മുതൽ ഫീൽ ചെയ്യട്ടെ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും സൗഖ്യവും ആരോഗ്യവും പ്രത്യാശയും പ്രതീക്ഷയും ദൈവം എല്ലാവർക്കും നൽകി ആദരിച്ച് അനുഗ്രഹിക്കും. ഈ സ്തോത്രം ഈ ഗ്രൂപ്പിന് നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ രാജുപാസ്റ്റർക്കായി സ്തോത്രം. ദീർഘവർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പിന്നെ ഒരുമിച്ച് ഒന്നുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സൂമിലൂടെ കർത്താവിന് സ്തോത്രം ആരാധന അർപ്പിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. തന്റെ ദാസനെ അനുഗ്രഹിക്കുന്നു. വിവിധ ഭാഷയിലുള്ളവർ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തല്ലോ. വളരെ സാവധാനത്തിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സ്തോത്രം ദൈവത്തിന്റെ വചനം ഗ്രഹിപ്പിച്ചു കൊടുപ്പാൻ എളിയവനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കേട്ട കൂടാരങ്ങളിലെല്ലാം സമാധാനം ഫീൽ ചെയ്യട്ടെ. കുഞ്ഞുങ്ങളിലെല്ലാം സമാധാനം ഫീൽ ചെയ്യട്ടെ. സഭകളിൽ സമാധാനം ഫീൽ ചെയ്യട്ടെ. വ്യക്തികളിൽ സമാധാനം ഫീൽ ചെയ്യട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.